അപ്പോൾ അത് സംബന്ധിച്ച് സച്ചിദാനന്ദ മാഷ് തന്നെ കൃത്യമായ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതിൽ കൂടുതൽ ആ കാര്യത്തിൽ അവിടെ സംഭവിച്ചതിനെപ്പറ്റി പറയാൻ ഞാൻ ഉദ്ദേശിച്ചത് അല്ല. ആദ്യം അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ കേട്ടത് അത് അവിടുത്തെ ഓഫീസുമായി ബന്ധപ്പെട്ട് പറ്റിയൊരു പിഴവാണ്. അതിന് ഖേദം പ്രകടിപ്പിച്ചു. ആ വിഷയം അങ്ങനെ അവസാനിച്ചു. ഈ വിവരം അറിഞ്ഞുകൊണ്ട് ഞാൻ ബാലേന്ദ്രൻ സാറിനെ വിളിച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രയാസം പറഞ്ഞു. ഇത് പൈസയുടെ വിഷയമല്ല. അത് എന്നോട് പറഞ്ഞത് സാഹിത്യകാരന്മാർക്ക് വേണ്ടത്ര ഒരു ബഹുമാനം മറ്റുള്ള കലാരംഗത്ത് പ്രവർത്തിക്കുന്നതനുസരിച്ചുള്ള ഒരു പരിഗണന ലഭിക്കുന്നില്ല എന്ന ഒരു തോന്നലിൽ നിന്നാണ് അദ്ദേഹം ഇട്ടത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ആ കാര്യം ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്താം. അത് അദ്ദേഹം പറഞ്ഞതിനകത്ത് ചിലപ്പോൾ കുറച്ച് ശരിയുണ്ട്. കാരണം ഈ സിനിമാ രംഗത്ത്, സീരിയൽ രംഗത്ത്, അല്ലെ മറ്റ് സംഗീത രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ലഭിക്കുന്ന സാമ്പത്തികമായ പരിഗണനയും അല്ലാതെ സാമൂഹികമായ പരിഗണനയും സാഹിത്യ രംഗത്തുള്ളവർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു പൊതു വിമർശനം അത് ഉന്നയിച്ചത്. അതാണ് അതിൻ്റെ കണ്ടന്റ്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ 1000 രൂപയുടെ പ്രശ്നമൊന്നുമല്ല. അപ്പോൾ അത് വയനോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാർ അത് നല്ലൊരു കാര്യം ഉന്നയിച്ച് അത് ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നപ്പോൾ നന്നായി. ഭാവിയിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നതിനെപ്പറ്റി ഗവൺമെൻറ് ആലോചിക്കും. ഈ കാര്യത്തിൽ പറ്റിയ ബസ് അവർ തന്നെ ഉൾക്കൊണ്ട് കഴിഞ്ഞു. അതുകൊണ്ട് ആ പ്രശ്നം അങ്ങ് അവസാനിച്ചു. അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. സച്ചിദാനന്ദ മാഷ് ആദ്യം വളരെ ക്ലിയറായി പറഞ്ഞു ഓഫീസുമായി ബന്ധപ്പെട്ട പെശകാണ്, അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞതോടുകൂടി പിന്നെ ആ പ്രശ്നം അവിടെ അവസാനിച്ചു. എന്നാൽ ജനറലായിട്ടുള്ള ഒരു വിഷയമാണ് അത് ഉന്നയിച്ചത്. സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല. അത് പരിഗണിക്കേണ്ടതും പരിശോധിക്കേണ്ടതും സർക്കാർ തലത്തിൽ കൂടിയാണ്. അത് ഞങ്ങൾ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിനെ പറ്റി തീർച്ചയായിട്ടും ഞങ്ങൾ ആലോചിക്കും. ഇല്ല, ഒരു ഉത്സവത്തിനും ഒരു സാമ്പത്തിക കുറവും വരുത്തുന്നില്ല. സർക്കാർ കൊടുക്കേണ്ട പണം കൃത്യമായി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നാളെ മുതൽ ഇവിടെ സംഗീത നാടക അക്കാദമിയുടെ ഇൻ്റർനാഷണൽ ഫെസ്റ്റ് നടക്കുകയാണ്. ഇവരുടെ ഇപ്പോൾ ആദ്യമായി കേരളത്തിൽ ഈ ഗവൺമെൻറ്റിന് ഏറ്റവും വലിയ നേട്ടങ്ങളൊന്നാണ് ലിറ്റററി ഫെസ്റ്റ് ഇപ്പോൾ നടക്കുകയാണ്. ഇനിയിപ്പോൾ പിന്നെ നമ്മുടെ ഫോക്ലോറിൻ്റെ ഇൻ്റർനാഷണൽ ഫെസ്റ്റ് വരുന്നു. കേരളം രാജ്യത്തിനകം മാതൃകയായി ഒരുപാട് പുതിയ കാര്യങ്ങൾ സാംസ്കാരിക രംഗത്ത് ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചോദിക്കുന്ന മുഴുവൻ പണം കൊടുക്കാൻ പറ്റില്ലല്ലോ. അതിന് ആവശ്യമുള്ള പണം കൊടുക്കും, ബാക്കിയുള്ളത് കണ്ടെത്തും. ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യം, എല്ലാ സാംസ്കാരിക സ്ഥാപനങ്ങളും വരുമാനം കൂടി കണ്ടെത്താൻ ശ്രമിക്കണം. സർക്കാരിനെ മാത്രം ആശ്രയിച്ച് പ്രവർത്തിക്കാൻ കഴിയില്ല. സ്വന്തമായ വരുമാനം, അതിനനുസരിച്ചുള്ള പ്ലാൻ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ വരുമാനമായി തുടങ്ങി ചില സ്ഥാപനങ്ങൾക്ക്. അതും പ്ലസ് സർക്കാരിൻ്റെ അസിസ്റ്റൻസും കൂടെ വരുമ്പോൾ ക്ലിയർ ആവും. അതൊന്നും അദ്ദേഹം വലിയ മഹാനായ ഒരു പ്രതിഭയല്ലേ, അദ്ദേഹത്തൊക്കെ ഞാനത്. പക്ഷേ ഞാൻ അറിഞ്ഞപ്പോൾ വിളിച്ചു അദ്ദേഹത്തോട്. പിന്നെ ചോദിക്കേണ്ട ഉത്തരവാദിത്വം ധാർമ്മികം എനിക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന അഭിപ്രായമാണ്. ഇപ്പുറത്ത് സച്ചിദാനന്ദ മാഷിനെ പോലുള്ള വലിയൊരു മനുഷ്യൻ്റെ അഭിപ്രായം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിനകത്ത് വലിയൊരു കഥാപാത്രമാണ്. ഓക്കെ.